എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാനിന്ന് ഇങ്ങനൊരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ എത്തണമെന്ന് ഒരിക്കലും ആഗ്രഹിച്ചിരുന്ന ഒരാളല്ല. എന്നിട്ടും ഇങ്ങനൊരു ശബ്ദമായി നിങ്ങളുടെ മുമ്പിൽ എത്താനുണ്ടായ ഒരു കാരണം ഇന്നൊരു വീഡിയോയുടെ അടിയിൽ വന്നൊരു കമൻ്റായിരുന്നു. അത് ഒരു സ്ത്രീ എന്ന നിലയിൽ എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. നമ്മുടെ രേണു സുധിയുടെ വീഡിയോയുടെ അടിയിൽ വന്നൊരു കമൻ്റാണത്. എനിക്കുമറിയാം, ഞാനിങ്ങനൊരു വോയിസുമായി നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ എനിക്കെതിരെയും നെഗറ്റീവ് പറയാനും വിമർശിക്കാനും ആളുകൾ ഉണ്ടാകുമെന്ന്. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെയൊരു വോയിസുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത്. ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് രേണു സുധി എന്ന ഒരു വ്യക്തിയിൽ മാത്രമല്ല. ഇതുപോലെ ഒരുപാട് സ്ത്രീകൾ പിന്നാമ്പുറങ്ങളിൽ തൻ്റെ ജീവിത സാഹചര്യങ്ങളുമായി പുറത്തു വരാൻ കഴിയാതെ അകപ്പെട്ടു പോകുന്ന ചിലരുടെ ജീവിതങ്ങളുണ്ടല്ലോ, അവർക്കും കൂടി ഒരു പ്രചോദനമാക്കാൻ വേണ്ടിയാണ്. ജീവിതത്തിൽ വലിയൊരു ഭാരം ചുമന്നുകൊണ്ടു പോകുന്ന ഒരു സ്ത്രീയുടെ കഥ. ഭർത്താവിനെ നഷ്ടപ്പെട്ട് ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരു സ്ത്രീ. തൻ്റെ കുട്ടികൾക്കൊരു തണലേക്കാൻ, അവരുടെ വിശപ്പകറ്റാൻ അവൾ അവളുടെ സ്വപ്നങ്ങൾക്കൊപ്പം നടക്കാൻ ശ്രമിക്കുന്നു. ഭർത്താവിൻ്റെ മരണത്തോടെ നല്ല മനസ്സുകൾ അവർക്കൊരു വീട് നിർമ്മിച്ചു നൽകി. ഇനിയുള്ള കാലം അവർക്കതിൽ സ്വസ്ഥമായി ജീവിക്കാൻ കഴിയട്ടെ എന്നൊരു പ്രത്യാശയോടെ സഹായഹസ്തങ്ങൾ മടങ്ങുന്നു. സുരക്ഷിതമായി താമസിക്കാൻ വീടായെങ്കിലും ദൈനംദിന ചിലവുകൾ നിറവേറ്റാൻ അവർക്ക് മറ്റു വരുമാന മാർഗങ്ങൾ ഇല്ലാതായി മാറുന്നു. വീടിനകത്ത് ഒതുങ്ങിക്കൂടിയ അവർ അവരെ തേടി വന്ന അവസരങ്ങൾ രണ്ടു കൈയും നീട്ടി സ്വീകരിച്ചു. അഭിനയം അത്ര വശമില്ലെങ്കിലും തന്നെ കൊണ്ടാവും വിധം ചെയ്തു മുൻപോട്ട് പോകാൻ അവർ ശ്രമിച്ചുകൊണ്ടിരുന്നു. സോഷ്യൽ മീഡിയ വഴി പലരും അവരെ വളരെ മോശമായി അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അവരുടെ ജീവിതത്തിലെ പഴയകാല ജീവിത സാഹചര്യങ്ങളും കൊണ്ടുവന്ന് മുറിപ്പെടുത്താൻ നോക്കി ചിലർ. പക്ഷേ തന്നിലേക്ക് വന്ന എല്ലാ വെല്ലുവിളികളെയും അവർ സ്വയം ഏറ്റെടുത്ത് അവർ ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, എനിക്ക് ജീവിക്കണം, ജീവനുള്ള കാലത്തോളം ഞാൻ ജീവിച്ചു തന്നെ തീർക്കും. ഒരു സ്ത്രീ ഭർത്താവ് മരിച്ചാൽ ദുഃഖം മാത്രമാണോ നിങ്ങൾ നിർണയിക്കുന്നത്? ഭർത്താവ് മരിച്ചാൽ ഭാര്യമാർ അടങ്ങിയൊതുങ്ങി വീട്ടിലിരുന്ന് ആരെങ്കിലും സഹായിക്കുമെന്നൊരു പ്രതീക്ഷയിൽ ജീവിക്കണോ? അതോ കിട്ടുന്ന അവസരത്തിൽ വരുമാനമാർഗം കണ്ടെത്തി അതിലേക്ക് ഇറങ്ങണമോ? അവർക്ക് അവരുടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ അവകാശമില്ലേ? നിങ്ങൾ അവളിൽ കണ്ട കുറവുകൾ എന്തൊക്കെയാണ്? നിങ്ങൾ ആഗ്രഹിക്കുന്ന സൗന്ദര്യം അവർക്കില്ലേ? നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ശരീരഭംഗി അവർക്കില്ലേ? അവൾ ചിരിക്കുന്നതും സംസാരിക്കുന്നതും പോലും നിങ്ങളിൽ ചിലർക്ക് പറ്റുന്നില്ല. എത്ര ക്രൂരമായ നീതിയാണ്! രേണു സുധി എന്നത് ഒരാൾ മാത്രമല്ല. നമുക്ക് ചുറ്റിനും ഒരുപാട് സഹോദരങ്ങൾ, അമ്മമാർ, സുഹൃത്തുക്കൾ, അയൽവാസികൾ, ഇവരിലൊക്കെ നമുക്ക് രേണു സുധിയെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, കല്ലും മണ്ണും ചുമ്മാൻ പോയിക്കൂടെ? എന്തൊക്കെ വേറെ മാന്യമായ ജോലികൾ ഇല്ലേ എന്നൊക്കെ. അങ്ങനെ ചോദിക്കുന്നവരോട് ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഭർത്താവ് മരിച്ച സ്ത്രീ കല്ലും മണ്ണും ചുമക്കാൻ മാത്രമേ പോകാൻ പാടുള്ളൂ എന്ന് ആരാണ് പറഞ്ഞത്? അഭിനയം ഒരു തൊഴിലല്ലേ? ഇതിലും മോശമായി അഭിനയിച്ച സ്ത്രീകളെ നമ്മൾ അംഗീകരിച്ചിട്ടില്ലേ? അവരെ സൂപ്പർ സ്റ്റാറായി നമ്മൾ കണ്ടിട്ടില്ലേ? പിന്നെ ഇവിടെ ഈ സ്ത്രീക്ക് മാത്രം എന്താണ് കുഴപ്പം? നിങ്ങൾ നിശ്ചയിക്കുന്ന ജോലിയിലൂടെ അല്ല അവർ സഞ്ചരിക്കേണ്ടത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സൗന്ദര്യം അവർക്കില്ല എന്നതാണെങ്കിൽ അത് അവരുടെ കുറ്റമാണ്. ഞങ്ങളെപ്പോലെയുള്ള സ്ത്രീകളുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ ഏറ്റവും സുന്ദരിയായ സ്ത്രീ അവളാണ്. എങ്ങനെയാണെന്നല്ലേ? ഇത്രയൊക്കെ സമൂഹ മാധ്യമങ്ങൾ വഴി നിങ്ങൾ വിമർശിച്ചപ്പോൾ അവൾ മനക്കരുത്തോടെ ഒറ്റയ്ക്ക് നിന്നില്ലേ? അവളുടെ ആ മനക്കരുത്തിന്റെ കാര്യത്തിൽ വിമർശിച്ച നിങ്ങളെക്കാൾ ഒരു പിടി മുന്നിലാണവർ. എന്തിനുമേതിനും വിമർശിക്കുന്ന നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഒരുപാട് സ്ത്രീകൾ പല സാഹചര്യങ്ങളിൽപ്പെട്ട് നിസ്സഹായാവസ്ഥയിൽ ഒരു വീടിൻ്റെ ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങിപ്പോകുന്നുണ്ട്. അങ്ങനെയുള്ള ആ സാഹചര്യത്തിലേക്ക് അവർ ഒതുങ്ങിപ്പോകുന്നതിൻ്റെ പ്രധാന കാരണം ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ സമൂഹത്തെ ഭയന്നിട്ടല്ലേ? നമ്മൾ എന്തിനുമേതിനും അകാരണമായി മറ്റുള്ളവരുടെ ജീവിതത്തിൽ കയറി അഭിപ്രായം പറയുമ്പോൾ നഷ്ടപ്പെടുന്നത് അവരുടെ ജീവിതമാണ്. അവർക്ക് പിന്നിലും ഒരു കുടുംബമുണ്ട്, അവരെയും കാത്ത് മക്കളുണ്ട്. അവരുടെ വിശപ്പ് മാറ്റാനാണെങ്കിൽ അവർ ജീവിച്ചോട്ടെ. മറ്റൊരാൾക്ക് ഉപദ്രവമില്ലാത്ത രീതിയിൽ അവർ ജീവിക്കുന്നുവെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾക്ക് കഴിയില്ലേ? ഒരു ഭർത്താവിനെ നഷ്ടപ്പെട്ട സ്ത്രീക്ക് ജീവിക്കാനുള്ള അവകാശം നൽകണ്ടേ? അവരെ വീണ്ടും വീണ്ടും വേദനിപ്പിക്കാതിരിക്കാൻ നമുക്ക് ശ്രമിച്ചുകൂടെ? സമൂഹ മാധ്യമങ്ങൾ വഴി നമ്മൾ അവരെ മോശം സംസാരിക്കുമ്പോൾ, അവരെ കളിയാക്കുമ്പോൾ
അവരുടെ മനസ്സ് വേദനിക്കാറില്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ ഒരു വാക്ക് മറ്റൊരാളുടെ ജീവിതം എത്രത്തോളം തകർക്കുമെന്ന്. നമ്മൾ വിചാരിക്കുന്ന പോലെ മറ്റുള്ളവർ ജീവിക്കണമെന്ന് കരുതരുത്. ഇന്ന് രേണു സുധിയാണെങ്കിൽ നാളെ നമ്മളിൽ ആരെങ്കിലും ആകാം. അപ്പോൾ നമുക്കെന്ത് തോന്നും? ജീവിതം തീർന്നു പോയതാണെന്ന് പറഞ്ഞ് നമ്മൾ നിൽക്കുമോ? അതിൽ നിന്നും ഉയർന്നു നടക്കുമ്പോൾ നമുക്ക് കല്ലെറിയാതിരുന്നൂടെ? അവരുടെ ഭൂതകാലം എന്തുമായിക്കോട്ടെ, അതിൻ്റെ പിന്നാലെ നമ്മൾ പോകേണ്ടതുണ്ടോ? ജീവിതം മുൻപോട്ടല്ലേ? അതിലെ ശരിയും തെറ്റും മനസ്സിലാക്കി ജീവിക്കാൻ അവർക്ക് കഴിയില്ലേ? നമ്മളൊക്കെ ഒരുപാട് അഭിപ്രായം പറയുന്ന സമയം അവരുടെ കണ്ണുകളിൽ കാണുന്ന ദുഃഖത്തിൽ ഒരു നിമിഷം പോയി നോക്കൂ. ഇനി മുതൽ നമ്മൾ മറ്റൊരാളുടെ ജീവിതം നശിപ്പിക്കുന്ന കമൻറ്റുകൾ എഴുതുകയും പറയുകയും ചെയ്യുന്നതിന് പകരം അവർക്കൊരു ധൈര്യം കൊടുക്കാൻ ശ്രമിച്ചുകൂടെ? കാരണം ഇപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായതൊന്നും ചെയ്യാത്ത സാഹചര്യത്തിൽ ആ മക്കൾക്ക് വേണ്ടി അവർ ജീവിച്ചോട്ടെ. നമ്മുടെ നിശബ്ദത ചിലപ്പോൾ അവർക്കൊരു വലിയൊരു കരുണയായി മാറിയാലോ? നന്ദി, നമസ്കാരം.